അന്ധവിശ്വാസങ്ങൾ പടർത്തുന്നവർക്ക് പോലും പത്മശ്രീ പുരസ്കാരം കൊടുക്കുക എന്നുള്ളത് ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. ഗോമൂത്രം അത് നല്ലതാണെന്നും അത് കുടിച്ച് ഒരുപാട് പേർക്ക് അസുഖം മാറിയെന്നും പനി മാറിയെന്നും ഒക്കെ പറഞ്ഞു വരുത്തിയ ഒരാൾക്ക് അയാളിപ്പോൾ 128ാമനാണ് പത്മശ്രീ കിട്ടി. അത് വേറെ ആരുമല്ല, IIT മദ്രാസിൻ്റെ ഡയറക്ടറാണ്. ഇങ്ങനെ ഒരുത്തനെ അവിടെ ഇരുത്തിയേക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിലാണ് ഈ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇയാളാണ് ഈ അടുത്ത കാലത്ത് വളരെ വലിയൊരു കുപ്രസിദ്ധമായ ഒരു പ്രസ്താവന നടത്തി ശ്രദ്ധേയനായത്. അയാളുടെ അച്ഛന് ഒരു സന്യാസി പറഞ്ഞതനുസരിച്ച്, അച്ഛന് വലിയ പനി വന്നു, കടുത്ത പനിയായിരുന്നു. സന്യാസി പറഞ്ഞതനുസരിച്ച് ഗോമൂത്രം കൊടുത്തു. ഗോമൂത്രത്തിനകത്ത് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇയാൾ വെച്ച് കീച്ചത് കേട്ടോ. മിടുക്കനാണ്. ഗോമൂത്രം കുടിക്കുക, ആ ഗോമൂത്രം കുടിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥ ഒരു ക്രിമിനൽ കുറ്റമെന്നേ ഞാൻ പറയുള്ളൂ അതിന്. കാരണം അതിലൊക്കെ ഉള്ള വലിയ കുഴപ്പങ്ങൾ, അണുബാധയൊക്കെ ഒരുപാടുണ്ടാവും. അതിന് ഇന്ന് വരെ യഥാർത്ഥത്തിൽ മെഡിക്കലി, അതായത് നമുക്ക് ഒരൊറ്റ റിസർച്ച് കൊണ്ടും ഈ ഗോമൂത്രം കൊണ്ട് എന്തെങ്കിലും അസുഖം മാറും എന്ന് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. സന്യാസി വര്യൻ പറഞ്ഞെന്ന്. അങ്ങനെ സന്യാസി വര്യനെ ആക്കിയാൽ പോരായിരുന്നു ഇവിടെ ഡോക്ടർമാരായിട്ട്? വേറെ ആരും വേണ്ടല്ലോ. ഇവിടെ MBBSും MS MDയും അതുപോലെ തന്നെ MRCP FRCSും ഒക്കെ കഴിഞ്ഞുള്ള ഡോക്ടർമാർ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് പറയുന്നത് ഗോമൂത്രം അങ്ങോട്ട് കുടിച്ചാൽ മതി എന്ന്. ഇയാൾ ഗോമൂത്രം കുടിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. അയാൾ കുടിക്കുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. ഇത്രയും അഗ്ലിയായിട്ട് ഉള്ളൊരു കാര്യം ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പം അത് ഈ ഗോമൂത്രത്തിൻ്റെ അതിനെക്കുറിച്ച് ഇന്ന് വരെ അതിൻ്റെ അനാലിസിസിലൊന്നും ശാസ്ത്രീയമായിട്ട് ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഗോമൂത്രത്തിൻ്റെ പ്രാധാന്യം. അതിനകത്ത് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ എല്ലാം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇറിറ്റബിൾ ബവൽ അതിൻ്റെ ഡിസീസിന്, IBD, അതിന് ഒക്കെ ഉള്ള ആ പ്രോബ്ലത്തിനൊക്കെ ഉള്ള കഴിവ് ഇതിനുണ്ടെന്നാണ് ഇയാൾ വെച്ച് അടിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് പറയുന്നില്ല. ഏതായാലും ഈ പറഞ്ഞ കാമകോടിക്ക് അല്ലാതെ വേറെ ആർക്കാ കൊടുക്കേണ്ടത്? കാരണം ഗോമൂത്രം എന്ന് പറയുന്നത് അത്രയും വിശിഷ്ടമായ വസ്തുവല്ലേ. അത് കഴിച്ചോണം. അത് ചാണകവും തിന്നണം. അത് അയാൾ പറഞ്ഞില്ല, അയാൾ തിന്നുന്നു. അത് ഗോമൂത്രം മാത്രമാക്കരുത് കാമകോടി, നിങ്ങൾ ചാണകവും കൂടെ കഴിക്കണം ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ദാഹം വരുമ്പോഴെല്ലാം ഈ ഗോമൂത്രം എടുത്ത് കുടിക്കണം. അതാണ് വേണ്ടത്. അത് നിങ്ങൾ കുടിച്ചോളൂ. പക്ഷേ നിങ്ങൾ നാട്ടുകാരെടുത്ത് ഇങ്ങനെ കുടിക്കാൻ പറയരുത്, അത് തെറ്റാണ്. പിന്നെ നിങ്ങളുടെ അച്ഛൻ ഇപ്പം ഏതായാലും ഇതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും 15 ദിവസം വലിയ അത്രയായിരുന്നു. പനി മാറിയെന്നാണ്, ഇമ്മീഡിയറ്റ്ലി പനി മാറി ഗോമൂത്രം കുടിച്ചപ്പോൾ. കൊള്ളാം, നല്ല വർത്തമാനം. ഇങ്ങനെയുള്ള ആൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. ഒന്ന് ഈ കാമകോടിക്ക് കൊടുത്ത് നമുക്ക് മനസ്സിലാവും. പിന്നെ വാദിക്ക് പത്മവിഭൂഷണും മരണാനന്തര ബഹുമതിയായിട്ട്, അതും ആ പ്രതിക്ക് പത്മഭൂഷണും കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതായത് ശ്രീ VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ കൊടുത്തു. അദ്ദേഹം ഫൈറ്റ് ചെയ്ത ഒരുപാട് പേരെ പ്രതികൂട്ടിലാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം. കംപ്ലൈൻറ്റ് അദ്ദേഹത്തിന് തോന്നിയാൽ സമൂഹത്തിന് വേണ്ടി ഉള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും, സത്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടും, അതിന് കേസും കൊടുക്കും. അങ്ങനെ അദ്ദേഹം കംപ്ലൈൻ്റായിട്ടാണ് ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പ്രതിയാക്കിയുള്ള കേസുകൾ 127 എണ്ണമാണ് കേട്ടോ വന്നേക്കുന്നത്. ആ 127 കേസിൽ പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളിക്ക് കൊടുത്തു. വെള്ളാപ്പള്ളിക്ക് കൊടുക്കേണ്ട ഭാരതരത്നം തന്നെ കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ പത്മഭൂഷൺ. അപ്പോൾ അതും കൊടുത്തു. അതും കൊള്ളാം, നല്ല പരിപാടിയാണ് കൊടുത്തേക്കുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ ഈ പത്മ അവാർഡുകൾ പോകുന്നതെന്ന് ഇപ്പം നമ്മൾ കണ്ടല്ലോ, മനസ്സിലാക്കിയല്ലോ.
കൊള്ളാം, എല്ലാം കൊണ്ടും നല്ലതാണ്. ഇവർക്കൊക്കെ തന്നെ വേണം ഇതൊക്കെ കൊടുക്കാൻ. വേറെ ആർക്ക് കൊടുക്കുന്നത്? അച്യുതാനന്ദന് കൊടുത്തതും വളരെ നല്ലതാണ്. അച്യുതാനന്ദന് ഭാരതരത്നം കൊടുത്താലും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് എത്തിച്ചിട്ടുള്ള ആളാണ്, ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ്, കൊടുക്കാം. പക്ഷെ അദ്ദേഹം പ്രതിയായിട്ട് കേസ് കൊടുത്തേക്കുന്ന ആൾ 127 കേസിൽ പ്രതിക്ക് ഇതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രപതിയല്ലേ ഇത് കൊടുക്കേണ്ടത്? ആ കേസുകളുടെയൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾക്കാണോ നമ്മുടെ ഇന്ത്യയിലെ ഒരു ഉന്നത ബഹുമതി, പരമോന്നത ബഹുമതി എന്ന് നമുക്ക് പറയാം, ഉന്നത ബഹുമതിയായ പത്മഭൂഷൺ പോലുള്ള അവാർഡുകൾ കൊടുക്കേണ്ടത്? ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ പലപ്പോഴും. ആ പത്മഭൂഷൺ എടുത്ത് കൊടുക്കുന്നു, നോക്കൂ. അതായത് പത്മശ്രീ പുരസ്കാരം വരെ ഉള്ളത് ഒരുമാതിരിപ്പെട്ടവർക്ക് കൊള്ളാവുന്നവർക്കായിരുന്നു ഈ അടുത്ത അമ്മയും വരെ കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് മുകളിലോട്ടുള്ള അവാർഡെന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ഉള്ള ദുരുപയോഗമാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ അടുത്ത കാലത്തായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശന് ഇത് കൊടുക്കുന്നത്. കാരണം അങ്ങനെ ഹിന്ദു സമൂഹത്തെ സന്തോഷിപ്പിച്ച് വോട്ടുകൾ വാങ്ങാം എന്നുള്ളതാണ്. പക്ഷേ ഈ വെള്ളാപ്പള്ളിക്ക് ഇത് കൊടുത്തതുണ്ടല്ലോ ചിലപ്പോൾ വെള്ളാപ്പള്ളിയുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമായിരിക്കും, അതല്ലാതെ വേറെ ആർക്കും ഇത് ഇഷ്ടം വരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിരൂപമൊന്നുമല്ല. ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള ആളായിരുന്നു, വലിയ വ്യക്തിത്വമാണ്. ഏറ്റവും വലിയ, നമുക്ക് നോക്കിയാൽ നമ്മുടെ ഈ നാടിനെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ച ഒരു വലിയ മഹനീയ വ്യക്തിത്വമാണ്. അത് അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടുള്ള സംഘടനയിലായി കയറി ഇരുന്നുകൊണ്ടാണ് ഈ വൃത്തികൾ മുഴുവൻ കാണിക്കുന്നത്. ഏതായാലും മൈക്രോ ഫൈനാൻസിൻ്റെ തട്ടിപ്പ് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ കുറേ എണ്ണത്തിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഈ പത്മഭൂഷൺ എടുത്തു വെച്ച് വിളമ്പുന്നത്. ഇന്ത്യൻ പ്രസിഡൻറ്റ് ഇത് വെള്ളാപ്പള്ളി നടേശന് കൊടുക്കുന്നതെന്ന് പറയുന്നത് യഥാർത്ഥ നിയമവിരുദ്ധമാണ്. അതിനെതിരെ ഒരുപാട് തർക്കങ്ങളൊക്കെ ഇനി വന്നെന്നിരിക്കാം. ഏതായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ശരി, ഈ പത്മ അവാർഡുകൾ, പത്മശ്രീയാണ് ഈ അടുത്ത കാലം വരെ ഇത്തിരി നല്ലതായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ കാമകോഴിക്ക് കൊടുത്തോടുകൂടി അതും തീർന്നു. ചാണകം തിന്നുന്നവനും മൂത്രം കുടിക്കുന്നവനും പശുവിൻ്റെ ഗോമൂത്രം കുടിക്കുന്നവനും ഒക്കെയാണ് ഇത് കൊടുക്കുക, അതിനെ പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സംഭവമാണ്. അല്ലാതെ അതിനകത്ത് വേറൊന്നും പറയാനില്ല. പിന്നെ ഈഴവ സമൂഹത്തെ ആകർഷിക്കാനാണ് വെള്ളാപ്പള്ളിക്ക് ഇതെടുത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢിയുള്ള സ്വർഗത്തിലാണ് ഈ കൊടുത്തവർ. കാരണം സമൂഹമൊക്കെ നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവരാണിപ്പോൾ, പണ്ടത്തെ പോലൊന്നും അല്ല. അവർ ഇത്രയും നാൾ നയിച്ചുകൊണ്ട് പോയി എന്ന് പറയുമല്ലോ, എത്ര നാൾ, 40 വർഷം, എന്നിട്ടും അവർക്കൊന്നും കിട്ടിയില്ലെന്ന്. ഈ 40 വർഷം കഴിഞ്ഞിട്ടും ഒന്നും ഇവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇയാൾ എന്തിനാ ഈ സ്ഥാനത്തിരിക്കുന്നേ? അതൊന്ന് ചിന്തിക്കണ്ടേ ആളുകൾ? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നിപ്പോൾ സമൂഹത്തിലുണ്ട്. ഏതായാലും കൊള്ളാം, നല്ലത്. ഇനിയെങ്കിലും നല്ല ബുദ്ധി കേന്ദ്ര ഗവൺമെൻറ്റിന് തോന്നട്ടെ. ഇയാളെ കൊണ്ട് നടന്നാലൊന്നും വോട്ട് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നടക്കുന്ന കാര്യമല്ല.